എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്നത് 7ാം ഭാവം എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, അതോടെ ചേർന്ന് പൊരുത്തം എങ്ങനെയാണ്. അപ്പം ആ ഭാവത്തിനെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കിയ ശേഷം വിവാഹ പൊരുത്തം എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും 7ാം ഭാവം മാത്രം നോക്കിയാൽ മതി, മറ്റു ഭാവങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല വിവാഹത്തിന് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പഠിച്ചത് അങ്ങനെയല്ല. 12 ഭാവങ്ങളും നോക്കിയ ശേഷം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലഗ്നം, 7ാം ഭാവം, 8ാം ഭാവം, 2ാം ഭാവം, 3ാം ഭാവം, ഇങ്ങനെ 12ാം ഭാവം, ഇതൊക്കെ നോക്കിയാണ് വിവാഹ പൊരുത്തം. കാരണം ഈ ഭാവങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം വിവാഹത്തിന് ഉള്ള ജാതകങ്ങളെ പൊരുത്തുന്നതാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ ഞാൻ വിവാഹ പൊരുത്തത്തിനെ പറ്റിയുള്ള ക്ലാസ്സായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു 7 ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചതുകൊണ്ട് അവിടെ നിന്നൊക്കെ കിട്ടിയുള്ള അറിവുകൾ കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജാതകം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ജാതകം, അതിന് ചേർക്കാൻ വേണ്ടി കുറേ ജാതകങ്ങൾ കൊണ്ടുവരും. പക്ഷെ നമ്മൾ ചേർക്കേണ്ടത് പെൺകുട്ടിക്ക് മാച്ചിങ് ആയിട്ടുള്ള ആൺകുട്ടികളെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ ജാതകത്തിൻ്റെ 7ാം ഭാവം എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? പൊരുത്തം എന്നുള്ളതിനേക്കാളും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 7ാം ഭാവം നോക്കി, ഒരു 5ാം ഭാവം നോക്കി, അല്ലെങ്കിൽ ഒരു 9ാം ഭാവം നോക്കി ഓരോ ഗ്രഹങ്ങളെ ചേർത്തു വിവാഹം പൊരുത്തം ശരിയായി എന്ന് പറയുന്നതല്ല ശരി. അതിൽ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു ജാതകത്തിൽ ശരിക്കും നമുക്ക് ആദ്യം നോക്കേണ്ടത്, പൊതുവെ നമ്മൾ നോക്കുന്നത് ലഗ്നം, ലഗ്നാധിപതി, അഷ്ടമാധിപതി, ശനിയുടെ നിൽപ്പ് ഒക്കെ നോക്കി മനസ്സിലാക്കി വെക്കും. കാരണം അത് വന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു അസ്ട്രോളജർക്ക് ജാതകം കാണുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷേ അടുത്തത് 7ാം ഭാവത്തിലോട്ട് ഇപ്പോൾ നോക്കുമ്പോൾ അടുത്ത വിവാഹത്തിന് കൊണ്ടുവരുന്ന ജാതകമാണ്. അപ്പോൾ ഒരു 23 വയസ്സിൽ കൊണ്ടുവരാം, 24 വയസ്സിൽ കൊണ്ടുവരാം, ഒരു പക്ഷേ 25 വയസ്സിലും കൊണ്ടുവരാം, അല്ലേ? അപ്പോൾ പേരൻസിൻ്റെ ആദ്യമാണ് എത്രയും പെട്ടെന്ന് ഒരു മാരേജ് നടത്തി കുട്ടീനെ നല്ല രീതിയിലൊരു ആളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ ആൺകുട്ടികൾക്കും നല്ലൊരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒരു ഏജ്, അവർക്കറിയാം ഒരു ഏജ്, ആ ഏജിനനുസരിച്ച് അവർ കൊണ്ടുവരുന്നു. പക്ഷേ അത് ആ ജാതകത്തിൽ അവർ കൊണ്ടുവരുന്ന ജാതകത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഒരു അസ്ട്രോളജറുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഞാൻ പറഞ്ഞില്ലേ, ലഗ്നം, ലഗ്നാധിപതി, ആയുസ്കാരകൻ്റെ നിൽപ്പ്, പിന്നെ ആയുർഭാവം ഒക്കെ നമ്മൾ നോക്കും, അഷ്ടമാധിപതിയൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് വിവാഹത്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ കുട്ടിക്ക് വിവാഹത്തിനുള്ള യോഗമുണ്ടോ എന്ന് ആദ്യം നോക്കണം. കാരണം ചിലർ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, ചിലർ ഇഷ്ടപ്പെടുന്നില്ല, സ്വന്തം കാലിൽ നിന്ന ശേഷം മതി എന്നുള്ള ഒരു തീരുമാനം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നു, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നു, പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജാതകത്തിൽ അതായത് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ആ ജാതകത്തിൽ അതായത് മറ്റു ജാതകം പൊരുത്തി തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ജാതകത്തിൽ വിവാഹത്തിനുള്ളൊരു യോഗമുണ്ടോ, ഈ കുട്ടിക്ക് വിവാഹം നടക്കുമോ. കാരണം വിവാഹം എന്ന് പറയുന്നതും അല്ലാതെ തന്നെ ജീവിച്ചു പോകുന്നതൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത്, വിവാഹം കഴിക്കില്ല അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സന്യാസമൊന്നും വിവാഹം കഴിക്കാതെ സന്യാസം പോലെ ജീവിക്കുന്നവരുണ്ട്. അതുമല്ലാതെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടങ്ങ് ജീവിക്കും, വിവാഹം മാത്രം കഴിക്കില്ല, ആ രീതിയിലും ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ പലതരത്തിലും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ വിവാഹം എന്നുള്ള രീതിയിൽ ഈ കുട്ടിക്ക് യോഗമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സമയം, ആ ടൈമിന്, ഇപ്പോൾ ആ കുട്ടിയുടെ പ്രായം, ശരിക്കുള്ള പ്രായം സമയത്ത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും കറക്റ്റ് ടൈമിങ്ങിന് വിവാഹം ആകുമോ എന്നുള്ളത് രണ്ടാമത് നോക്കണം. മൂന്നാമത് ഒറ്റ മാരേജിൽ ലൈഫ് ലോങ് ഒരു സന്തോഷമായിട്ട് ജീവിച്ചു പോകുമോ. സന്തോഷമെന്നല്ല, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും പിരിയാതെ ആ ഒറ്റ കല്യാണത്തിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ നോക്കണം.
അടുത്തത് ഏത് സമയത്താണ് കല്യാണം നടന്നത്. നമുക്കിപ്പം പൊതുവെ പറയാം ഗോചരത്തിൽ ശുക്രൻ വരുന്നു, അല്ലെങ്കിൽ ഗുരു വരുന്നു, 7ാം ഭാവാധിപൻ്റെ മേലെ വരുന്നു, ഇങ്ങനെ നമുക്ക് ഓരോ ആ ഒരു എപ്പോഴും ശുക്രൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും, ഗുരു വരുന്ന കാലം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ വയസ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഒറ്റ വയസ്സിൽ 3, 3, 5 അങ്ങനെ കണക്ക് വരും, ഒറ്റ വയസ്സിലുള്ള കല്യാണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയം, നല്ല സമയം, വരാൻ പോകുന്ന ദശ ഒരു ചെറിയ ദശകളാണെങ്കിൽ ഒരു 4-5 ദശയെങ്കിലും അവർക്ക് നല്ലതായി വന്നാലേ അത് ശരിയാ പറ്റുള്ളൂ. വലിയ നീളമുള്ള ദശയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ദശയൊക്കെ കടന്നു പോകുമ്പോൾ 35 വർഷമൊക്കെ കടന്നു പോകും. അപ്പോൾ അത് നമ്മൾ നോക്കണം. മെയിനായിട്ട് ആ ദശകൾ കല്യാണ സമയം തൊട്ട് വരാൻ പോകുന്ന ദശ കുറേ കാലം നല്ലതായിരിക്കണം. അതുപോലെ അപഹാരങ്ങൾ നല്ലതായിരിക്കണം. 6-8 ബന്ധമില്ലാതെയൊക്കെ വരുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ആ ദശാകാലം നല്ലതായിരിക്കണം. അപ്പോൾ അതേപോലെ ഒറ്റ വയസ്സിൽ വിവാഹം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇരട്ട വയസ്സിൽ വിവാഹം നടക്കുമ്പോഴാണ് പെട്ടെന്നുള്ള കല്യാണം, വീട്ടുകാരറിയാത്ത കല്യാണം, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇഷ്ടത്തിന് പോയി വിവാഹം കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഇരട്ട വയസ്സിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് കല്യാണം, ആ സമയത്ത് കല്യാണത്തിനുള്ള യോഗം വരണം, അത് നോക്കണം. പിന്നെ ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ, അതും നമ്മൾ ആ ജാതകത്തിൽ കാണാൻ പറ്റും. ലവ് മാരേജ് ആണെങ്കിലും നമുക്ക് പറയാം, അറേഞ്ച്ഡ് ആണെങ്കിലും പറയാൻ പറ്റും. അതേപോലെ നമുക്കിപ്പം സ്വന്തത്തിലാണോ മാരേജ്, ഇപ്പം നമ്മൾ മാമിയുടെ മകൾ എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കില്ലേ, ആ രീതിയിലാണ് കുറച്ച് ഡിസ്റ്റൻസ് റിലേറ്റീവ്, ആ രീതിയിലും വിവാഹമാണോ എന്ന് നോക്കാം. അല്ല അന്യ ആൾക്കാരുമായിട്ടുള്ള വിവാഹമാണോ എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യവുമാണ്. ഇതൊക്കെയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് മനസ്സിലുള്ളത്. പക്ഷെ നിങ്ങൾ അസ്ട്രോളജർ കാണാൻ പോകുമ്പോൾ ഇതൊന്നും നിങ്ങൾ കേൾക്കാനുള്ള ഇത് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അസ്ട്രോളജർക്ക് നമ്മൾ നോക്കേണ്ട ഭാവം, ആ 7ാം ഭാവത്തിൽ എന്തൊക്കെയാണെന്നും മറ്റ് കണക്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ 7ാം ഭാവം നോക്കുമ്പോൾ 7ാം ഭാവത്തിന് ലഗ്നമായിട്ട് നമുക്ക് ആ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ കാര്യങ്ങൾ അത്രയും നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ലഗ്നത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ 7ാം ഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തു പോകുമോ, എന്തെങ്കിലും ഡിവോഴ്സിൻ്റെ ഒരു വേർപിരിയലിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദശകൾ എങ്ങനെയാണ് വരുന്നത്, കോർട്ട് കേസ്, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണോ, ഇതൊക്കെ നമ്മൾ ജാതകത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കണം. അടുത്തത് 7 പറയുന്നത് 2ാമത്തെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കുട്ടി നോക്കുന്നതും 5ാം ഭാവമാണ്. 2ാമത്തെ കുട്ടി 7ാം ഭാവമാണ്. 7ാം അധിപതിയാണ്. അപ്പോൾ 7ാം അധിപതി നോക്കി 2ാമത്തെ കുട്ടിയുടെ കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ ലഗ്നമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 എന്നുള്ളത് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ജീവിതം ഫുള്ള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആ കുട്ടികൾ, ആൺകുട്ടിയോ പെൺകുട്ടിയോ, അവർ എവിടെ നിന്ന് വരുമെന്നുള്ള ദിക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ പറയാറുണ്ട്, പണ്ട് കാലങ്ങളിലൊക്കെ ദിക്ക് മനസ്സിലാക്കിയിരുന്നു, ഇപ്പം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. കാരണം മുൻഡേൻ അസ്ട്രോളജി, അതായത് ലോക വിവരത്തെ തരുന്ന ഒരു അസ്ട്രോളജി ഉണ്ട്. ആ അസ്ട്രോളജിയിൽ നമ്മളുടെ രാജ്യം, നമ്മുടെ വേൾഡ് ഫുള്ള് നോക്കി പറയാൻ പറ്റും. ഇന്ത്യയിലുള്ള സ്റ്റേറ്റിൽ നിന്ന് ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗ്രാമം വരയ്ക്കുമുള്ള സ്ഥലങ്ങൾ നമുക്ക് ഓരോ 27 നക്ഷത്രങ്ങളും കൊണ്ടും ഓരോ ഭാവങ്ങളെ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഇവർ അമേരിക്കയിൽ നിന്ന് വരുന്ന കുട്ടിയാണോ എന്നും പറയാൻ പറ്റും. അല്ലെ ഏതെങ്കിലും കേരളത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ദിക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ നമുക്ക് പല അടയാളങ്ങൾ പറയാം. നിങ്ങളുടെ വീടിനടുത്ത് ഗവൺമെൻറ് ഓഫീസുണ്ടോ, അല്ലെങ്കിൽ സ്കൂളുണ്ടോ, കോളേജുണ്ടോ, പിന്നെ പോസ്റ്റ് ഓഫീസാണോ, റേഷൻ കടയാണോ, ഏതെങ്കിലും ആൽമരമുണ്ടോ, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്താണോ താമസം, ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ ദേവതയെ കൂടെ പറയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ കുട്ടിയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ, ചിലപ്പം പേര് കൂടെ പറയാം, ലെറ്റർ പേരൻസിൻ്റെ പേര് പറയാം, വീടിൻ്റെ അടുത്ത നെയ്ബർ എങ്ങനെയുള്ളവരാണെന്ന് പറയാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് അത് മനസ്സിലാവും. ഇതെല്ലാം നമ്മളെ ജാതകത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വീടിൻ്റെ നമ്പർ വരയ്ക്കും പറയാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കണം. അതൊക്കെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ അത് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് അവർ ഇപ്പോൾ വരുന്ന ആളിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയും കൂടെ ഇതൊക്കെയാണ് കേട്ടോ.
അടുത്തത് അവരുടെ വീട് എങ്ങനെയുള്ള വീടാണെന്നുള്ളത് നോക്കാം. വരാൻ പോകുന്ന കുട്ടിയുടെ ഈ കുട്ടി നമ്മൾ നോക്കുന്ന ജാതകത്തിൽ വരാൻ പോകുന്ന പാർട്ട്ണറുടെ വീട് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലാറ്റാണോ അല്ലെങ്കിൽ വില്ലയാണോ, സാധാരണ ഒരു ഇൻഡിവിജ്വൽ ഹൗസാണോ, എങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ആ വീടിൻ്റെ നല്ല സൗകര്യമുള്ള വീടാണോ അല്ലെങ്കിൽ ഒരു ചെറിയ വീടാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്തത് ഇവർ സൗന്ദര്യമുള്ളവരാണോ, വരാൻ പോകുന്ന കുട്ടി സൗന്ദര്യമുള്ള ആളാണോ എന്നുള്ളത്. ഞാനിപ്പോൾ രണ്ടുപേരെയും ചേർത്താണ് പറയുന്നത്, രണ്ട് സൈഡും പറഞ്ഞു. ഇപ്പോൾ പയ്യനെ നോക്കുമ്പോൾ പെണ്ണിനെ നോക്കണം, പെൺകുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ ആൺകുട്ടിയെ നോക്കണം, അല്ലേ, രണ്ടും നോക്കണം. അപ്പം ഇവരുടെ രണ്ടുപേരും സുന്ദരനോ സുന്ദരിയോ ആണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ ചില വിവാഹത്തിൽ പെൺകുട്ടികളുടെ ഏജ് കൂടിയിരിക്കും, 1 മാസം കൂടിയിരിക്കാം, ചിലപ്പോൾ 6 മാസം കൂടിയിരിക്കാം. കാരണം ഒരേ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഏജ് ഒരേ ഇയർ ആയിരിക്കും, മാസങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള മാരേജ് ആണോ, അങ്ങനെയാണോ എന്ന് വരാൻ പോകുന്ന കുട്ടി അങ്ങനെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൺകുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ പെൺകുട്ടി കുറച്ച് മുതിർന്ന പോലെ കാണുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ആൺകുട്ടികൾക്ക് 10 വയസ്സ് ഡിഫറൻസിൽ പെൺകുട്ടി 10 വയസ്സ് താഴെ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? പെൺകുട്ടി മൂത്തതായിട്ടും വരാനും ചാൻസ് ഉണ്ട്. ആൺകുട്ടികൾക്ക് ഒരുപാട്, അതൊരു 10 വയസ്സൊക്കെ ഡിഫറൻസ് വരണ അങ്ങനെയുള്ള വൈഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹസ്ബൻഡോ അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈസിയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കി വച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധം, ഒരു അലയൻസ് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ അതിലുണ്ടെങ്കിൽ നമുക്കത് ഇത് ഏകദേശം സൂട്ടായ പോലെ തോന്നുന്നില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ജാതകത്തിന് ആദ്യമേ മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും, അതായത് എന്താ പറയണേ, ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് നോക്കാൻ പറ്റും. കാരണം വൈഫാണോ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ, അത് ഹസ്ബൻഡാണോ. കാരണം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുകയോ 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഇവർ ആരെങ്കിലും ഒരാൾ, ലഗ്നത്തിലാണെങ്കിൽ ഈ ജാതകൻ തന്നെ, 7ആണെങ്കിൽ വരാൻ പോകുന്ന പാർട്ട്ണർ വന്നിട്ട് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് സൂര്യൻ എങ്ങനെ നിൽക്കുന്നു എന്നനുസരിച്ച് അതേപോലെ ഈക്വലായിട്ട് ചേർക്കണം. കാരണം സൂര്യനെ മാത്രം ഒരേപോലെ ചേർക്കണം, അല്ലെങ്കിൽ ഇവരുടെ ടോർച്ചർ മറ്റവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. 7ലോ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് 7ൽ ചേർക്കണമെന്നൊന്നുമില്ല. ആ ജാതകത്തിൽ സൂര്യൻ ബലമായിരിക്കണം, മറ്റേ ജാതകത്തിൽ ബലമായിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അതുപോലെ ഇവർ പഠിച്ച ആൾക്കാരാണോ അല്ലെങ്കിൽ വർക്കിംഗ് പീപ്പിളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 2 പേർക്കും സ്വത്തുക്കളൊക്കെ ഉണ്ടോ, 2 വീട്ടിലും പാരൻസിന് സ്വത്തൊക്കെ ഉണ്ടോ, പാരമ്പര്യമുള്ള കുടുംബമാണോ, അല്ലെങ്കിൽ കുട്ടികളാണ് മുതിർന്ന ശേഷം ഇവരുടെ ജോലി കിട്ടി ഇവരുടെ സമ്പാദ്യത്തിലാണ് ആ പാരൻസൊക്കെ പിന്നെ ജീവിക്കുന്നത്, അങ്ങനെയാണോ, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ഫാമിലി എങ്ങനെയാണ്, പേര് കേട്ട ഫാമിലിയോ പണക്കാർ, പാരമ്പര്യമായിട്ട് ഒരു പണക്കാരാണോ എന്നുള്ളതിനെയൊക്കെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഇവർക്ക് എന്താണ്, ഇപ്പോൾ 2 വിവാഹം കഴിക്കും. അപ്പോൾ അതിൽ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കാണും, അല്ലേ? അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഇവർ വരുന്നതെന്നുള്ളത്. ഒരു പക്ഷേ പിന്നെ പഠിച്ച് കഴിഞ്ഞ കുട്ടിയായിരിക്കും, അതിന് ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും അത് വരുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവില്ലേ? അപ്പോൾ ആ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് ആ ജാതകത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡും അങ്ങനെയാണ്. ഓക്കെ. അതുപോലെ ഇവർക്ക് 2 പേർക്കും അമ്മയും അച്ഛനും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ചിലർക്ക് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അച്ഛൻ കാണില്ല അല്ലെങ്കിൽ അമ്മ കാണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരാണോ വരാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാ പറയുന്നത്. അപ്പോൾ അതുപോലെ സഹോദരങ്ങളുണ്ടോ, പെൺകുട്ടികളും ആൺകുട്ടികളും സഹോദരനും സഹോദരിയും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇവർ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്നവരാണോ, അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആഫ്റ്റർ മാരേജ് നല്ല സുഖ സൗകര്യത്തോട് ജീവിച്ചു പോകുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് ജോലിയായിരിക്കും ഒരു പക്ഷേ, വിവാഹം കഴിഞ്ഞ ശേഷം അവർക്കൊരാഗ്രഹം തോന്നും ബിസിനസ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. ചിലവർക്ക് ഇപ്പോൾ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ജോലി 2-3 വരുമാനം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വിവാഹത്തിന് ശേഷം ബിസിനസ് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടോ എന്നുള്ളതും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത്
പോകുമെന്നുള്ളത് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വിവാഹത്തിന് ശേഷം ചിലപ്പോൾ എന്താ പറഞ്ഞ ഫോറിനിൽ പോകാനുള്ള ചാൻസ് വരാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ചാൻസ് വരാം. ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം 7ാം ഭാവത്തിന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 7ാം ഭാവം എങ്ങനെയാണ്, ആ ഭാവത്തിന് അനുസരിച്ച് ഏത് കളത്രം വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വന്ന് ജസ്റ്റ് ആ ബലങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ 7ാം ഭാവത്തെ ഇങ്ങനെ നോക്കുന്നു. ഇതുപോലെ നമ്മൾ എല്ലാ ഭാവത്തിനെയും നോക്കണം. പക്ഷേ ഈ 7ാം ഭാവം കൊണ്ട് മാത്രം വിവാഹ പൊരുത്തം നോക്കാനേ പറ്റില്ല. കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുവെങ്കിലും എല്ലാം 7ാം ഭാവത്തിലുള്ളതല്ല. 7ൽ നിന്ന് 4ൽ നോക്കണം, 10 അമ്മായിയമ്മ ഉണ്ടാകാൻ നോക്കണം, 7ൽ നിന്ന് 10ന് നോക്കും, ലഗ്നത്തിൻ്റെ 10ന് നോക്കും, 7ൻ്റെ 4ന് നോക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 4ാം വീടുണ്ടോ നോക്കണമെങ്കിൽ അവരുടെ 7ൻ്റെ 4 നോക്കണം, 7ൻ്റെ സഹോദരങ്ങൾ 7ൻ്റെ 3 നോക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്നും നോക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എല്ലാ 12 ഭാവങ്ങളും ഉൾക്കൊണ്ട് വരുന്നു ഇതിൽ. അപ്പം മനസ്സിലാക്കുക, 7ാം ഭാവം കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ നമ്മളിപ്പോൾ പെട്ടെന്ന് പൊരുത്തം നോക്കണമെന്നതിന് 7ാം ഭാവം ശരിയല്ല, അതിനുവേണ്ടി ഒരു ഗ്രഹത്തിനെ ചേർത്ത് വെക്കുക, അങ്ങനെയല്ല. കാരണം 2ാം ഭാവം, ഇപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ലഗ്നം സ്ട്രോങ് ആണെന്ന്. അത് ഞാൻ പലതരത്തിലും നിങ്ങൾക്കറിയാം, എങ്ങനെ സ്ട്രോങ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ ലഗ്നാധിപതി സ്ട്രോങ് ആണെന്ന് നോക്കണം. ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞും ശനിയുടെ നിൽപ്പ്, അഷ്ടമാധിപതിയുടെ നിൽപ്പ്, ഇതൊക്കെ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2ാം ഭാവത്തിൽ വരുന്നത്. അപ്പോൾ 2ാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബം. അപ്പോൾ ഇവർക്കൊരു കുടുംബം വേണ്ടേ, കളത്രം മാത്രം നോക്കിയാൽ മതി പോരല്ലോ, കുടുംബത്തിനെ നോക്കണ്ടേ. അപ്പം വിവാഹത്തിന് മുമ്പ് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, വിവാഹത്തിന് ശേഷം ഭാര്യ മക്കൾ എന്നുള്ള കുടുംബം. അപ്പോൾ ആ 2ാം ഭാവം തീർച്ചയായിട്ടും നോക്കണം. അതുപോലെ 3 എന്ന് പറയുന്നത് വീര്യസ്ഥാനമാണ്. അപ്പോൾ ആ സ്ഥാനത്തിന് കൂടുതൽ അത് 8ൻ്റെ 8ഉമാണ്. 8ൻ്റെ 8ആണ് 3. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് 7ൻ്റെ 9ഉമാണ്. മനസ്സിലായില്ലേ? 8ൻ്റെ ആയുർഭാവത്തിൻ്റെ 8ആണ് 3. അതേപോലെ 7ൻ്റെ 9ഉമാണ് പിന്നെ 3. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമുക്കൊരു മകരലഗ്നം എന്ന് എടുത്തോളൂ, വെറുതെ ഒന്ന് പറയണം, ഇതൊരു ലഗ്നം എന്ന് എടുത്തോളൂ. അപ്പോൾ ഈ ലഗ്നത്തിൻ്റെ 7 അല്ലേ, 7ൻ്റെ 2ആണ് 8. ഇത് ലഗ്നത്തിൻ്റെ 2ാം ഭാവം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊരുത്തം, പിന്നെ ജാതകത്തിൻ്റെ 7ാം ഭാവമൊക്കെ നോക്കി. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർ വരും എന്നുള്ളതൊക്കെ നമുക്കൊരുവിധം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ മൊത്തം ഒരു 12 ഭാവത്തിനെ എങ്ങനെ നോക്കണമെന്ന് നോക്കിയാൽ ആദ്യം ലഗ്നം നോക്കും. ലഗ്നം, ആ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ, ശുഭഗ്രഹങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ലഗ്നത്തിൽ ഒരു ബിന്ദു ഉണ്ടാവൂലേ, അതായത് ലഗ്ന ബിന്ദു. ഇവിടെ ഉത്രാടം, തിരുവോണം, ഔട്ടം, ഇതിലേതെങ്കിലും ഒരു നക്ഷത്രക്കാലിലായിരിക്കും ആ ലഗ്നം വരുന്നത്. അപ്പോൾ ആ ലഗ്നം വരുന്ന ആ നക്ഷത്രവും ലഗ്നാധിപതിയായ ശനിയും, ആ രണ്ടിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കും. നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ അവിട്ട നക്ഷത്രത്തിലാണ് ആ ലഗ്നം നിൽക്കുന്നത്. ചൊവ്വയുടെ സ്വഭാവവും ലഗ്നാധിപതിയായ ശനിയുടെ സ്വഭാവം ജീവിതകാലം ഫുള്ള് അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, ഇത് 3 നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് 3 അനുസരിച്ച്. അപ്പോൾ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ശനിയെ മാത്രം എടുത്താൽ പോരാ, മകരത്തിൻ്റെ അധിപൻ ശനിയാണ്, ശനിയെ മാത്രം എടുത്താൽ പോരാ. നമ്മൾ നിൽക്കുന്ന ലഗ്നത്തിൻ്റെ ആ ബിന്ദുവില്ലേ, ആ നക്ഷത്രപാദം, ആ സ്വഭാവം. പിന്നെ ഉത്രാടമാണെങ്കിൽ സൂര്യൻ്റേത്, തിരുവോണം ചന്ദ്രൻ്റേത്, അതേസമയം അവിട്ടം എന്നുള്ള ചൊവ്വയുടേത്. അപ്പോൾ ഈ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം അതും കൂടെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഗ്നം എന്നുള്ളത് മൊത്തം ഭാവത്തെയാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ അതിലൊരു ലഗ്ന ബിന്ദു എന്നുള്ളത് അത് നിൽക്കുന്ന ഡിഗ്രിയും കണക്കുണ്ട്, ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നുള്ളതും കണക്കുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അടുത്ത 2ാം ഭാവം. അപ്പോൾ 2ാം ഭാവം, അപ്പോൾ അത് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഗ്നാധിപതി, ചിലപ്പോൾ ലഗ്നത്തിൽ തന്നെ നിൽക്കും, ലഗ്നാധിപതി നിൽക്കാം, സംടൈംസ് വേറെ എവിടെയെങ്കിലും നിൽക്കാം. പക്ഷെ അത് പോയി നിൽക്കുന്ന ഭാവം എങ്ങനെയാണ്, 6, 8, 12ലാണോ നിൽക്കുന്നത്, അല്ലാതെ നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത് അനുസരിച്ച് അതിൻ്റെ ബലം നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ശനിയുടെ പൊസിഷൻ മനസ്സിലാക്കണം, അഷ്ടമാധിപതിയുടെ പൊസിഷൻ മനസ്സിലാക്കണം. അഷ്ടമാധിപതി എങ്ങനെ നിൽക്കുന്നു, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ, പാപകത്ര യോഗമൊന്നുമില്ല, ശുഭകത്ര യോഗത്തിൽ നിൽക്കുന്നുണ്ടോ, നല്ല ബലമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അഷ്ടമാധിപതിയെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ലഗ്നത്തിൻ്റെ 8ാം ഭാവമായി
രണ്ടായി 2 ആ 8 തന്നെ നമ്മൾ നോക്കി. അപ്പോൾ ഈ ലഗ്നാധിപതിയെ പോലെ 7ാം ഭാവം എത്രത്തോളം ബലമാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ 8ാം ഭാവം മംഗല്യസ്ഥാനമെന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ 7ൻ്റെ 8ആണ്. നമ്മളിപ്പോൾ ലഗ്നത്തിൻ്റെ ആയുർഭാവമാണ് 8. ഓക്കെ, നമ്മുടെ ജാതകൻ്റെ ആയുർഭാവമാണ് 8. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതേസമയം നമുക്ക് വരാൻ പോകുന്ന പാർട്ട്ണറുടെ 8ആണ് 2. അപ്പോൾ ഈ 2ഉം 8ഉം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആയുസ് നോക്കണം, നമ്മുടെ പാർട്ട്ണറുടെ ആയുസിനും ബലമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഒരു ജാതകത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വരാൻ പോകുന്ന ആളിന് എത്രത്തോളം ആയുർബലമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആയുസ് മാത്രമല്ല എല്ലാവരുടെ ആയുസും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ കാണുന്ന 12 ഭാവങ്ങളിലും നമ്മുടെ ബന്ധുക്കളൊക്കെ അടങ്ങിയിരിക്കുകയാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, വല്യമ്മ, ചിറ്റ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇങ്ങനെ എല്ലാവരും ഇതിലടങ്ങിയിട്ടുണ്ട്. സകല പേരും ഇതിനകത്ത് അടങ്ങി, എല്ലാ ബന്ധങ്ങളും. നമ്മൾ ഈ ജന്മത്ത് നമ്മൾ ആരെയൊക്കെ കാണുന്നു, കഴിഞ്ഞ ജന്മത്ത് ആരെയൊക്കെ കണ്ടിരുന്നു, ഈ ജന്മത്ത് ആരെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, എല്ലാവരും ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെയൊക്കെ നമുക്ക് ആയുർഭാവം നോക്കാൻ പറ്റും. സകല ഒറ്റ ജാതകം മതി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് അത്രത്തോളം ആൾക്കാർ ക്ഷമയോടെ നോക്കില്ല. കാരണം അതിന് ടൈം ഒരുപാടാകും, അതുപോലെ റേറ്റും കൂടുതലാണ്. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഒരു ഫാമിലിയുടെ ജാതകം മൊത്തം നോക്കണമെങ്കിൽ കൂടെ നല്ല റേറ്റ് 50,000 ഒക്കെ വാങ്ങും. അവർ കണിശമായിട്ട് 50,000 ഒക്കെ വാങ്ങും. കാരണം അവർ ഹാഫ് ഡേ ഒക്കെ അവർക്ക് വേണ്ടി ചിലവാക്കും. അത്രയും നേരം ഫുൾ കോൺസെൻട്രേഷൻ ചെയ്ത് ഫലങ്ങൾ പറയേണ്ടതാണ്. ചാർജ് കൂടുതലാണ്. ഇപ്പോൾ ജാതകം നോക്കണം എന്ന് പറഞ്ഞാൽ 5,000 to 10,000 ആണ് ഒരാളിൻ്റെ ജാതകം നോക്കാൻ. എമർജൻസി ആണെങ്കിൽ അതിന് റേറ്റൊക്കെ തനിയാണ്. വെറുതെ 50-നും 100-നും ആരും ഇവിടെ ജാതകം നോക്കാറേ ഇല്ല. അത്രയും റേറ്റുണ്ട് ഇവിടെ. അതുപോലെ പഠിക്കുന്നതിന് നല്ല കാശുണ്ട്. അപ്പം എന്തെന്ന് വെച്ചാൽ അപ്പം നമ്മളിത് നോക്കണം. അപ്പം 1ൻ്റെ 8 പിന്നെ 2, 8, 1, 7 എല്ലാം നമ്മൾ ഇത് നമുക്ക് മനസ്സിലാക്കണം. കാരണം 7ൻ്റെ 8ആണ് 2, 1ൻ്റെ 8 ആയുർഭാവം, നമ്മൾ ജാതകൻ്റെ ആയുർഭാവം. ഇത് രണ്ടും ക്ലിയറായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതേസമയം അടുത്ത 3 എന്ന് വരൂലേ, 3 എന്നുള്ള ഭാവം എന്ന് വരുമ്പോൾ 8ൻ്റെ 8ആണ്. അപ്പോൾ ലഗ്നത്തിൻ്റെ 8, ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. ലഗ്നത്തിൻ്റെ 8 നമ്മുടെ ആയുർഭാവം, ആ ജാതകൻ്റെ ആയുർഭാവം അല്ലേ. ആ 8ൻ്റെ 8ആണ് 3. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായില്ലേ? 8ൻ്റെ 8, ആ 8ന് അതിൻ്റെ ആയുർഭാവമാണ് 8. അപ്പം ഈ 3ാം ഭാവം ഒരു ജാതകത്തിൽ എത്രത്തോളം ബലമാവണമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ 3ാം ഭാവം ബലമില്ലെങ്കിൽ കൂടെ വിവാഹം ലേറ്റാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഒരു വീര്യഭാവമാണ്, വീര്യം പറയുന്നുണ്ട്. ആ വീര്യം കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനൊക്കെ സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് കുഞ്ഞുണ്ടാകുന്നതിനൊക്കെ 3ാം ഭാവം സ്ട്രോങ് ആയിരുന്നാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം അത് വീക്കാണെങ്കിൽ വിവാഹത്തിന് ലേറ്റാവും. കുഞ്ഞുങ്ങളുണ്ടാകാൻ ലേറ്റാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിവാഹവും ലേറ്റാകും. അപ്പോൾ 8ൻ്റെ 8ആണ്. അപ്പോൾ ആയുർഭാവമാണ് അത്. ആയുറിൻ്റെയും 8ആണ്. ആ 3ാം ഭാവം ശ്രദ്ധിക്കണം. അടുത്ത 4ാം ഭാവം. 4ാം ഭാവം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് സീരിയസ് എടുക്കാറില്ല. അവിടെ വീടാണ്, വാഹനമാണ്, അല്ലെങ്കിൽ വെള്ളമാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡ്രസ്സാണ്, നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ സുഖസ്ഥാനമാണ്, അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷേ നമ്മളുടെ ശരിക്കുള്ള ക്യാരക്ടർ, നമ്മൾ എത്രത്തോളം പരിശുദ്ധി ഉണ്ട് നമുക്ക്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഈ 4ാം ഭാവം 5 എന്ന് പറഞ്ഞ ആഗ്രഹം, 5 എന്നുള്ള ആശയമാണ്. അപ്പോൾ ആ 4ഉം 5ഒക്കെ കണക്ട് ചെയ്ത് വന്നാൽ ആഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്വഭാവത്തിനെയൊക്കെ കാണിക്കുന്നത് 4ാം ഭാവം തന്നെയാണ്. പണ്ട് ആചാര്യന്മാർ കൊടുത്തിട്ടുള്ളതൊക്കെ കറക്റ്റാണ്. കാരണം 4ാം ഭാവം എന്നുള്ളത് സുഖസ്ഥാനമാണ്. അവിടെ ചില ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നോക്കണം. എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ വരുമോയെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 4ാം ഭാവത്തിൽ ഗുരു ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ മനസ്സാക്ഷിയുള്ള ആളാണെന്ന് പറയാം. നല്ല മനസ്സാക്ഷിയുള്ളവനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതുപോലെ ആ ക്യാരക്ടറിനെയും നമുക്കങ്ങനെ മോശമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അതിനേതായ ഗ്രഹങ്ങളുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ നിന്നാലാണ് ദോഷം എന്നുള്ളതൊക്കെ അത് വേറെയും പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്തത് 5ാം ഭാവം. 5 എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെന്നറിയാം അല്ലേ, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ 5ാം ഭാവത്തിലെ കുട്ടികളുടെ നിലപാട് എങ്ങനെയാണ്, ആഗ്രഹത്തിൽ എങ്ങനെയാണ് 5ാം ഭാവം ബലമുണ്ടോ ബലമില്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി
അഞ്ചാം ഭാവത്തിന് നമ്മൾ നോക്കാറുണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ എന്താ പറയണേ, പുത്രശോകമുണ്ട്, പുത്രദുഃഖമുണ്ട്, പുത്രയോഗമുണ്ട്, ഇങ്ങനെ പലതരത്തിലാണ്. ആ കുട്ടികളെ കൊണ്ടുള്ള ടെൻഷനുണ്ട്, കുട്ടികളെ കൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള അസുഖങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അഞ്ചാം ഭാവം എങ്ങനെയാണെന്ന് നോക്കണം. അതേസമയം ലേഡീസിനാണെങ്കിൽ 9 കൂടെ നോക്കണം. ഈ 9 കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂട്രസ് എന്നുള്ളത് 9നെയാണ് കുറിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ലേഡീസിന് 9ാം ഭാവം 5ഉം 9ഉം കൂടെ നോക്കണം. അപ്പോൾ അതായത് ആ ഒരു ഗർഭം താങ്ങാനുള്ള ഒരു ശക്തി ആ യൂട്രസിനുണ്ടോ എന്ന് അറിയാൻ ഈ 9ാം ഭാവം നോക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിൻ്റെയും 8 നോക്കണം, എല്ലാ ഭാവത്തിൻ്റെയും 9 നോക്കണം. മനസ്സിലായി? അപ്പം നമുക്ക് ഭാഗ്യത്തിനെ പറ്റി അറിയാം. ഈ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും 9 നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അടുത്തത് 6 എന്ന് പറഞ്ഞത് രോഗം, കടം, കോർട്ട് കേസ്, വഴക്ക്, പിന്നെ നമ്മുടെ ജോലി, പ്രൊഫഷൻ എന്ന് പറയും. നമ്മൾ ഒരാളിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നതൊക്കെ നമുക്ക് 6ാം ഭാവത്തെയാണ് കുറിക്കുന്നത്. അത് ഗവൺമെൻറ് ആകട്ടെ, പ്രൈവറ്റ് ആകട്ടെ, എന്തോ ആകട്ടെ. അപ്പോൾ അത് 6ാം ഭാവമാണ്. അപ്പോൾ ആ പിന്നെ സംശയം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ 6ാം അധിപതി ലഗ്നത്തിൽ നിന്ന് ഭയങ്കര സംശയരോഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം. കാരണം ഈ സംശയമുള്ള വിവാഹ ജോഡികളെ ചേർത്ത് വെച്ചാൽ പ്രശ്നമല്ലേ. ഒരാൾ സംശയിക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്വൈരത കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ജാതകത്തിൽ, പൊരുത്തത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ 6 അങ്ങനെ എന്ത് അസുഖമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ലഗ്നത്തിൽ 6ാം അധിപതി നിന്നാലും രോഗിയാണ്, എന്തോ രോഗമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 6ാം ഭാവവും ശനിയും ഓരോന്ന് കണക്ട് ചെയ്ത് വരണം. അങ്ങനെ വരുമ്പോഴത്തേക്കും രോഗത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് 7 ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 8 നമ്മുടെ ആയുർഭാവം തന്നെയാണ്. അതുപോലെ മറിഞ്ഞു കിടക്കുന്ന നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. സഡനായിട്ട് എന്തെങ്കിലും പണം കിട്ടാനുള്ള വരവൊക്കെ പറയുന്നുവെങ്കിലും ആയുർഭാവം തന്നെയാണ് മെയിനായിട്ടുള്ള ഭാവമായിട്ട് പറയുന്നത് അല്ലേ. അടുത്തത് 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യസ്ഥാനം തന്നെയാണ്. അതുപോലെ അച്ഛൻ്റെ പിതാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പിതാവ് എങ്ങനെയുള്ള ആളാണ്, പിതാവ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ആളാണോ, പിന്നെ പിതാവ് നമ്മളെ കൂടെയുള്ള ആളാണോ, നമ്മൾ വിട്ടിട്ട് പോയതാണോ, ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് 9ാം ഭാവം, ഇപ്പോൾ 7ാം ഭാവം പറഞ്ഞതുപോലെ നമുക്ക് 9ാം ഭാവത്തിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെല്ലാം നമുക്ക് ലഗ്നാധിപതിയും കൂടെ ഇതൊക്കെ കണക്റ്റായി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് അത് കിട്ടേണ്ടതൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. ലഗ്നാധിപതി മാറ്റി എല്ലാം കണക്ട് ചെയ്ത് വരണം, എങ്കിലാണ് ജാതകം നല്ലത്. അടുത്തത് 10 എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ പൊതുവേ പറയുന്നത് 10 എന്ന് പറഞ്ഞാൽ തൊഴിലാണ് പറയും. എല്ലാവരും നോക്കിയാലും കർമ്മസ്ഥാനം. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ പറ്റും. നമുക്കൊരു കർമ്മപുത്രൻ ജനിക്കുമോ? ചിലവർക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ ജനിക്കുകയുള്ളൂ അല്ലേ, ആൺകുട്ടികൾ കാണില്ല. അപ്പം നമുക്കത് പിന്നെ കർമ്മപുത്രൻ ജനിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റും. അതുപോലെ അമ്മായിയമ്മയുടെ സ്ഥാനമാണ് 10. അപ്പോൾ എങ്ങനെയുള്ള അമ്മായിയമ്മ നമുക്ക് കിട്ടും എന്നുള്ളതും, ആ അമ്മായിയമ്മയും മരുമകളും പോരുണ്ടാവുമോ എന്നൊക്കെ നോക്കാൻ നമുക്ക് ഈ 10ാം ഭാവം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ജാതകം അടുത്ത 11, അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, മൂത്ത സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 11 കൊണ്ട് പറയുന്നുണ്ട് അല്ലേ. അടുത്ത 12 എന്ന് പറയുന്നത് മെയിനായിട്ട് ബെഡ് കംഫർട്ട്സാണ് പറയുന്നത്, ജാതകത്തിൽ പറയുന്നുണ്ട്. കാരണം 2ാം ഭാവം കുടുംബം പറയുന്നുണ്ട്, 4ാം ഭാവം സുഖസ്ഥാനം പറയുന്നുണ്ട്, പിന്നെ 7 കളത്രം, 8 ആയുർഭാവം, 10 കർമ്മഭാവം, 12 എന്നുള്ളത് ബെഡ് കംഫർട്ട്സാണ് പറയുന്നത്. അതായത് അയനശയന ഭോഗസ്ഥാനം എന്നാണ് പറയുന്നത്. നല്ല ഉറക്കം കിട്ടുന്ന ഭാവമാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ജയിൽവാസം വരയ്ക്കും നമുക്ക് 12 പറയാം. മോക്ഷസ്ഥാനവും മറ്റ് 12 കണക്ട് ചെയ്യും. പക്ഷേ ആ ഒരു എന്താ പറയണേ, അയനശയന അത് ശരിയായിട്ട് ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ അയനശയന ഭോഗസ്ഥാനം തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം ഈ ജാതകത്തിൽ പിന്നെ നമ്മൾ 7ാം ഭാവത്തിൽ ദാമ്പത്യത്തെ പറയുന്നുണ്ട്, എന്നാലും 12ഉം കൂടെ ചേർത്ത് വേണം പറയാൻ. അപ്പം നമ്മൾ എപ്പോൾ നോക്കി ഏത് ജാതകത്തിൽ നോക്കിയാലും 12ാം ഭാവവും 2ാം ഭാവവും 4ാം ഭാവവും ഒക്കെ കണക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് ജാതകം നോക്കി ഫലം പറയുന്നത്. അപ്പോൾ ഈ പൊരുത്തം എന്ന് പറയുമ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ആചാര്യന്മാർ 2, 4, 7, 8, 12 ഭാവന്മാർ നിന്നാൽ ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഈ 10 പൊരുത്തത്തിനോടോ അല്ലെങ്കിൽ പാപസാമ്യം, ദോഷസാമ്യം അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ആ 10 പൊരുത്തവും ഈ ഭാവങ്ങളിലോട്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. കാരണം
ആ 10 നക്ഷത്രങ്ങൾ വഴിയുള്ളത് നമുക്ക് ശരിയായി വന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ അത്രയും ആ 10 പൊരുത്തവും ദിനപ്പൊരുത്തം മുതൽ വശ്യം യോനി എല്ലാ പൊരുത്തവും ഈ ഭാവങ്ങളിൽ ഈ ഗ്രഹങ്ങളിലും നമ്മൾ ചേർത്ത് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് പൊതുവേ അപ്പോൾ ഈ 12 ഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 12 ഭാവം നോക്കുമ്പോഴാണ് നമുക്ക് ഏത് ഭാവത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃഷ്ടികളൊക്കെ നോക്കാം. പരസ്പരം ദൃഷ്ടി നോക്കി ദൃഷ്ടി ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി കുറച്ച് പാവന, ഇങ്ങനെയൊക്കെ നമുക്ക് ഫലങ്ങൾ പറയാൻ വേണ്ടി ഈ ദൃഷ്ടി ഉപയോഗിക്കാം. പക്ഷേ പൊരുത്തം എന്ന് വരുമ്പോൾ അവിടെ നിങ്ങൾ ദൃഷ്ടി ഉപയോഗിക്കാനേ പാടില്ല. കാരണം അവിടെ ദൃഷ്ടിക്ക് പ്രാധാന്യമില്ല. അവിടെ ജസ്റ്റ് ഗ്രഹങ്ങളെ തമ്മിൽ പൊരുത്തുകയാണ്. ഒരു ഭാവത്തിൽ ഒരു ഗ്രഹം നമുക്ക് ഒരു ജാതകത്തിൽ ശരിയില്ല എന്ന് വരുമ്പോൾ അടുത്ത ജാതകത്തിൽ അത് കറക്റ്റായിട്ടുള്ള ഇപ്പോൾ ഒരിടത്ത് ചൊവ്വ നിൽക്കണോ, ഇവർക്ക് ഒരു ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്ന ഭാവത്തിൽ അവിടെ അതിന് പകരം ശുക്രനെ ചേർക്കുന്ന വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഏത് ജാതകത്തിൽ എവിടെ മിസ്റ്റേക്ക് വരുന്നോ അതിന് നിവർത്തി ചെയ്യാൻ വേണ്ടിയുള്ള ആയിരിക്കണം മറ്റേ ജാതകം. മനസ്സിലായില്ലേ? അങ്ങനെ ചേർത്ത് വെച്ചാലാണ് ഇവരുടെ. അപ്പം ഇതിന് ഒരു ജാതകത്തിലെ ഒരു ഗ്രഹം നിൽക്കും, ജാതകത്തിലെ ഒരു സൂര്യൻ അല്ല ഒരു ഗുരു അവിടെ നോക്കുന്ന ഭാവം ശരിയാകും, അത് നിവർത്തിയാകും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അതുകൊണ്ട് ദോഷം കുറയില്ല. ആ ഗ്രഹത്തിന് അതേപോലെ ഒരു ഗ്രഹം തന്നെ ചേർത്ത് തന്നെ പൊരുത്തിപ്പെടുത്തി കൊടുക്കണം. അത് നിങ്ങൾ മെയിനാಗಿ നോക്കണം. പൊരുത്തം എന്ന് വരുമ്പോൾ ദൃഷ്ടി എടുക്കാനേ പാടില്ല. ഓക്കെ, ആ ദൃഷ്ടി കൊണ്ട് അത് ശരിയാവില്ല, വെറുതെയാണത്. അപ്പോൾ നമ്മൾ ഫലം നോക്കാൻ വേണ്ടി ആ ഭാവങ്ങളുടെ ബലം അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ദൃഷ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഞാൻ ഇനിയൊന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് പൊരുത്തം നോക്കണം. അപ്പോൾ അതനുസരിച്ച് എവിടെ മിസ്റ്റേക്ക് ഉണ്ടോ ആ മിസ്റ്റേക്ക് തിരുത്തി മറ്റു ജാതകത്തെ കറക്റ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ രണ്ടുപേരും അതിൽ ചെറിയ പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെറിയ പരിഹാരങ്ങൾ, അമ്പലത്തിലുള്ള വഴിപാടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ശരിക്കും നമുക്ക് നല്ലവണ്ണം നോക്കാൻ അറിയാമെങ്കിൽ നമുക്ക് നല്ലവണ്ണം നോക്കി പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ ഇരിക്കട്ടെ, ഞാനിപ്പം ജാതകം പൊരുത്തം നോക്കാൻ തുടങ്ങിയെന്ന് വെച്ചോളൂ. എനിക്ക് എൻ്റെ ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ പല ജാതകങ്ങളിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ കുറഞ്ഞത് എനിക്കൊരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ഞാൻ 20 വർഷം കൊണ്ട് പൊരുത്തം നോക്കി കൊടുക്കുകയാണ്, എല്ലാം സക്സസ് ആയിട്ട് പോകുന്നു എന്നുള്ളത്. എൻ്റെ സക്സസ് റേറ്റ് ഞാൻ പറയണമെങ്കിൽ എനിക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? അതേസമയം എൻ്റെ ഗുരുനാഥൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് മാത്രമുള്ള ക്രെഡിറ്റാണ്, എനിക്കുള്ള ക്രെഡിറ്റ് അല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ എങ്ങനെ അത് ഉപയോഗിച്ചു എന്നുള്ളത്, ഞാൻ നോക്കിയ ആൾക്കാർ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും അത് എൻ്റെ റിസൾട്ടാണ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ റിസൾട്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മളതിനെ ആദ്യമേ തുടങ്ങി ആളുകൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ പോയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പം കുറഞ്ഞത് 20 വർഷമെങ്കിലും നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം 10 വർഷം അല്ലെങ്കിൽ 5 വർഷം നോക്കി അവർ നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അല്ല. കാരണം 10-20 വർഷത്തിൽ കൂടെ 2 കുട്ടികൾ 3 കുട്ടികളായ ശേഷം കൂടെ പിരിയുന്ന ജാതകങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പിരിയുന്ന ജാതകങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കണം ഈ ജാതകം പൊരുത്തം നോക്കുന്ന വിഷയത്തിൽ. ഇപ്പോൾ ഒരു ജാതകത്തിൽ പല ദോഷങ്ങളും ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ മാരേജ് മിക്കവാറും മുറിവ്, അതായത് എന്താ പറയുക, വേറെ പിരിഞ്ഞ് വരുന്നതൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് പൊതുവേ പറയാമ്പോൾ 10 പൊരുത്തങ്ങൾ നോക്കി ശരിയാ 10 പൊരുത്തങ്ങൾ എന്താ പറയുക നക്ഷത്ര പൊരുത്തങ്ങൾ കൊണ്ട് ചേർത്തതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ നമുക്ക് നോക്കിയാലും അതായത് ശരിക്കുള്ള പൊരുത്തം ചെയ്യാത്തത് കൊണ്ട് നഷ്ടമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ജീവിതം തന്നെ പാഴായിപ്പോൾ ഇനി ഒരു റീമാരേജിന് ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമുക്കറിയാം, നേരത്തെ തന്നെ അറിയാം, ഒരു ജാതകം നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേ അറിയാൻ പറ്റും ഇത് പ്രശ്നമാവുന്ന ജാതകമാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ആ സമയം കല്യാണത്തിൻ്റെ സമയമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് മാരേജ് നിങ്ങൾ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരനുസരിക്കില്ല. വരുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് വന്ന ഉടനെ അവർക്ക് അതിന് ഡേറ്റ് വരയ്ക്ക് കുറിച്ച് കൊടുത്താൽ സന്തോഷം, ആ രീതിയിലാണ്. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവരൊരു മൈൻഡിന് ഫിക്സ് ചെയ്തിട്ട് വരും ഈ ജാതകം ചേർക്കണം, ഇത് നല്ലതാണ്. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർ വരികയാണ്.
പക്ഷേ ഇത് നമ്മൾ അടുത്ത് വരുമ്പോൾ ഇത് ശരിയാവില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുട്ടിക്ക് സമയമായില്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവരെന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും പോകും. വേറെ എവിടെയെങ്കിലും പോയി, കാരണം ആ കർമ്മ അനുഭവിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകും, അവരാരെങ്കിലും ചേർത്ത് കൊടുക്കും, വിവാഹം നടക്കും. കാരണം അവരുടെ കണ്ണ് ചിലപ്പോൾ മറച്ച് കളയും. ഞാൻ നമുക്കിപ്പം നമ്മൾ മറ്റുള്ളവരെ ഒരിത്രയും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതുകൊണ്ട് അവരുടെ കണ്ണിനെ ചിലപ്പോൾ മറച്ച് കളഞ്ഞിരിക്കാം. ആ സമയത്ത് എവിടെയെങ്കിലും പോയി വിവാഹം നടക്കും. അത് കഴിഞ്ഞൊക്കെ പ്രശ്നങ്ങളായിട്ട് വരാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പഴയ ജാതകങ്ങളെ ഒരുപാട് വർഷം 10, 30, 40 വർഷമായ ആൾക്കാരൊക്കെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. സന്തോഷം എന്നുള്ളത് വേറെ പിരിയുന്നില്ല, പല പ്രശ്നങ്ങളിടയ്ക്ക് പോകുന്നുവെങ്കിലും അവർ പിരിയാതെ ജീവിക്കുന്നവരെ ജാതകങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമുക്ക് പുറമേ നമ്മൾ നോക്കുമ്പോൾ പിന്നെ പൊരുത്തത്തിൻ്റെതൊന്നും കാണില്ല, വേദപ്പൊരുത്തം ഒന്നും കാണില്ല, രജ്ജു ഒന്നുമില്ല. രജ്ജുവൊക്കെ പ്രശ്നത്തിലായിരിക്കും അവരുടെ ജാതകത്തിൽ. പിന്നെ അപ്പോൾ അതൊന്നും നോക്കാതെയാണ് വിവാഹം കഴിച്ചതെന്ന് തോന്നും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ, പണ്ടുള്ള ആചാര്യന്മാർ ഈ 10 പൊരുത്തങ്ങളെയും ആ ഭാവങ്ങളിൽ ഉൾക്കൊള്ളിച്ചാണ് പൊരുത്തം നോക്കിയിരിക്കാം. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മവിധികൾ അതിനുള്ളിലുണ്ടായിരിക്കും. നമുക്കത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, അതായത് 40 വർഷം ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ രജ്ജു ഇല്ല, വേദമില്ല, ഒന്നുമേ ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആ ജാതകത്തിനെ ഫുള്ള് അനലൈസ് ചെയ്യണം. അതെന്താണ് ആ സൂക്ഷ്മവിധികൾ ഉള്ളിൽ ഉള്ളത്, എന്തുകൊണ്ട് അവർ ഈ പ്രശ്നങ്ങൾ വേദ രജ്ജു ഒന്നുമില്ലാതെയൊക്കെ അതായത് എന്താ പറയുക, ഗ്രഹപ്പൊരുത്തം കൂടെ ഇല്ലാതെ ആൾക്കാർ ജീവിക്കുന്നല്ലോ, എങ്ങനെയാണ് ഇത്രയും വർഷം അവർ പിന്നെ ജീവിച്ചു പോകുന്നത്, അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ചകഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലുള്ള ഒരുപാട് സൂക്ഷ്മവിധികൾ കിട്ടും. അതൊക്കെ അവർ ചേർത്തിട്ടുണ്ടാവാം, നമുക്ക് പുറമേ അറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചേർത്ത ജാതകങ്ങൾ 50 വർഷം 40 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നീ അവരുടെ കർമ്മഫലം, അവരുടെ ജീവിതം, രണ്ടുപേരുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്ന ജാതകമായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഒന്നിക്കേണ്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പോയ ജന്മത്തിൽ ഭാര്യയും ഭർത്താവുമായിരുന്നവരായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല ആചാര്യന്മാർ നല്ല വിധികളോടുകൂടി ചേർത്ത് വെച്ച ജാതകങ്ങളായിരിക്കാം. അത് നമുക്ക് മനസ്സിലാകാതെ നമ്മൾ അതിനെ എടുത്ത് പിന്നെ രജ്ജുമില്ല, വേദമില്ല, അതില്ല, ഒന്നുമില്ലാതെ കണ്ട ഇവരൊക്കെ ജീവിക്കുന്നല്ലോ എന്ന് നമ്മൾ പറയാനേ പാടില്ല. അതിനുള്ളിൽ ഒരുപാട് സൂക്ഷ്മവിധികൾ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ പല ജാതകത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാനിനി ശരിക്കുമുള്ള പൊരുത്തം പഠിച്ച ശേഷം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ 7ാം ഭാവം മാത്രം നോക്കി പൊരുത്തം നോക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മുടെ ഫുൾ ജാതകം, നമ്മളുടെ കംപ്ലീറ്റ് ജാതകം ഒരാൾ ശരിക്കും കാര്യങ്ങൾ അത്രയും നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസൻറ്റ് പറയുകയാണെങ്കിൽ അവർ പൊരുത്തം നോക്കിയാലും നന്നായിരിക്കും. പിന്നെ ഈ പൊരുത്തം നോക്കുന്നതിന് ഇപ്പോൾ അസ്ട്രോളജി ഞാൻ പഠിക്കുന്നു, എനിക്ക് എങ്ങനെ ആവാം എന്നുള്ളതുണ്ട്. ഞാൻ ഫലം പറയുന്നതിൽ എനിക്ക് നല്ല വിദഗ്ധയാകാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടത്തി നല്ല ഒരു ടാലൻ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇപ്പോൾ കരിയർ മാത്രം കൺസൾട്ടേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവങ്ങൾ മാത്രം എടുത്ത് പറയാം, വർഗ ചാർട്ട് മാത്രം എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാക്കുകൾ കൊണ്ട് എന്ത് വേണമെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള വാക്കുസ്ഥാനം നല്ലതായിരുന്നാൽ വാക്ഫലിതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ചകഞ്ഞെടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് അതിനെ ഉപജീവനമാക്കാനുള്ള വഴിയൊക്കെ നമ്മുടെ ജാതകത്തിലുണ്ടാവും. അത് ചിലർക്ക് വന്ന് ഈ വിവാഹ പൊരുത്തം ആണ് അവർക്ക് സൂട്ടബിൾ. അതിനും എന്താ പറയുക, അതിനും ഒരു റൂളുണ്ട്, അതിനും ഒരു വിധിയുണ്ട്, അല്ലെങ്കിൽ അതിനും ഒരു നിബന്ധനയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സക്സസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എല്ലാ കാര്യവും ജാതകത്തിൽ നിന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അവസാനമായി പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ പറ്റിയൊക്കെ നോട്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബേസിക് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കാരണം എനിക്ക് ക്ലാസ് നടത്താനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോട്ട്സായിട്ടും വീഡിയോസായിട്ടുമാണ് അയക്കുന്നത്. കാരണം ഞാനിപ്പോൾ ആരോടെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്കുള്ള ടൈം വേണം, ഞാൻ കറക്റ്റ് ടൈമിന് ഇരിക്കണം, അവർക്ക് എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, വീഡിയോസായിട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നല്ല ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചിട്ട് ഈ നോട്ട്സ് വാങ്ങി ഉപയോഗിച്ചാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അതുകൊണ്ട് വേണം എന്നുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നോട്ട്സായിട്ടും വീഡിയോസായിട്ടും
തരുന്നതാണ്. ഒരു ചെറിയ പേയ്മെൻറ്റും ഉണ്ട്, അത് ഞാൻ പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.